മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവസ്നേഹം എത്രമാത്രം പരിപാലനയോടുകൂടിയാണ് നമ്മളോടൊപ്പം ആയിരിക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമ്മൾ എന്താണ് ചോദിക്കേണ്ടത് എന്നും ഇവിടെ ഈശോ അർത്ഥമാക്കുകയാണ്. കാരണം നല്ല ഒരു പിതാവിന് തൻ്റെ മക്കൾക്ക് എന്തെല്ലാം ദാനങ്ങൾ നൽകണമെന്ന് വ്യക്തമായിട്ട് അറിയാം എന്ന് ഈശോയോട് പറഞ്ഞു വയ്ക്കുകയാണ്. നല്ല ദാനങ്ങൾ നൽകുവാൻ പിതാവിന് അറിയാവുന്നതുപോലെ നമ്മൾ ചോദിക്കേണ്ട ഓരോ ഘടകങ്ങളും ആത്മീയ ജീവിതത്തിന് പരിപോഷണമായി തീരുന്ന ഘടകങ്ങളായിരിക്കണം എന്നുകൂടി ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഓരോ ഘടകങ്ങളും നമുക്ക് വേണമെന്ന് അറിയാവുന്ന നല്ല പിതാവാണ് ദൈവം എന്നും അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആകാശത്തിലെ പറവകളെ പോറ്റുന്നത് പോലെ അത്രയും ശ്രേഷ്ഠകരമായി, അത്രയും കരുതലോടെ, അതിനേക്കാൾ വിലയുള്ളവരായ ഓരോ ആത്മാക്കളെയും മനുഷ്യനെയും അവിടെ നിന്ന് കരുതി വയ്ക്കുന്നു എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്. ഈ ഒരു സ്നേഹത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചോദിക്കുക. പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അനുദിന ജീവിതങ്ങളിൽ വളർന്നു വരുവാൻ, ആത്മീയ ശക്തിയാൽ പരിപോഷിപ്പിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം നമ്മൾ ആഗ്രഹിക്കുകയും അത് ചോദിക്കുകയും ചെയ്യുമ്പോൾ ധാരാളമായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകി അവിടെ നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ചോദിക്കുന്നവന് നൽകപ്പെടുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അതുവഴി സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ വലിയ കരുതലിലേക്ക് കടന്നു പോകുവാനും അവന് സാധിക്കുക.